സാർ ഇതാ നോക്കിയോളൂ, ഇതാണ് ചെസ് ബോർഡ്. ഇതിൽ 64 കളങ്ങളുണ്ട്. 64 കളങ്ങൾ. 64. ഈ നിരത്തി വെച്ചിരിക്കുന്നത് ഇതിന്റെ കരുക്കൾ. ഇനി ഇതിന്റെ കരുക്കളെ നമുക്ക് പരിചയപ്പെടാം. തീർച്ചയായും പരിചയപ്പെടാം. ഇത് രാജാവ്. സായിപ്പ് ഇതിനെ കിങ് എന്ന് വിളിക്കുന്നു. ഓക്കെ. ഇത് മന്ത്രി. സായിപ്പ് ഇതിനെ ക്യൂൻ എന്ന് വിളിക്കുന്നു. അതെന്താ? അല്ല, സായിപ്പ് ഇപ്പം അതിനെ എങ്ങനെ മിനിസ്റ്റർ എന്നല്ലേ വിളിക്കേണ്ടത്? ഇത് നമ്മള് ഇതിന് മന്ത്രി എന്ന് പറയും. ഇത് മിനിസ്റ്റർ. ഇത് മിനിസ്റ്റർ അല്ല, സായിപ്പിന്റെ ഭാഷ വേറെ. അവരിതിനെ ക്യൂൻ എന്നേ വിളിക്കൂ. നോക്കൂ, ഇനി അടുത്തത് ആന. എലിഫന്റ്. നോ, സായിപ്പ് ഇതിനെ വിളിക്കുന്നത് ബിഷപ്പ് എന്നാണ്. അതെങ്ങനെ ശരിയാവുത്തുമാ? അല്ല, അവരിപ്പോ എന്തോ വിളിച്ചോട്ടെ, അവിടെ ആനയൊന്നും ഇല്ലല്ലോ സാറേ. അവിടെ ഇല്ല ആന. ബിഷപ്പ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, ഇത് കുതിര. ഹോഴ്സ്. അല്ല, സായിപ്പ് ഇതിനെ വിളിക്കുന്നത് നൈറ്റ് എന്നാണ്. സായിപ്പിനെന്താ ഭ്രാന്ത? രാത്രി പോലെയല്ലേ ഇരിക്കുന്ന ഇരുണ്ട് കറുത്ത് തന്നെ. അതായിരിക്കില്ലല്ലോ. അതല്ല, അവരിതിന് എന്ത് വേറെ ന്യായമൊക്കെയാണ് പറയുന്നത്. നമുക്ക് അറിയുന്ന കാര്യമല്ലോ. അവർക്ക് പറയട്ടെ, അവർക്ക് എന്തും പറയാമല്ലോ. നോക്കൂ, ഇത് തേര്. പക്ഷെ സായിപ്പ് ഇതിനെ വിളിക്കുന്നത് റൂക്ക് എന്നാണ്. റൂക്ക്. ഓക്കെ. ഇനി അടുത്തത് ഈ മുന്നിലിരിക്കുന്നതൊക്കെ ഇതെല്ലാം കാലാളുകളാണ്. കാലാളുകൾ. സായിപ്പ് ഇതിനെ പോൺ എന്ന് വിളിക്കുന്നു. പവണല്ല, അവർക്ക് എന്ത് വിളിക്കാമല്ലോ. അതുകൊണ്ടാണല്ലോ പണ്ട് സായിപ്പിന്റെ അടിമകളായിട്ട് നമ്മളിവിടെ കൈയേണ്ടി വന്നത്. കളിച്ചു സാറേ. ഒരു കളത്തിൽ ഒരേ സമയം ഒരെണ്ണേ വെക്കാവൂ. അതിനെന്താ? ഉത്തരവില്ലേ പറഞ്ഞു മന്ത്രിക്ക് എവിടെ പോകുന്നത്? മന്ത്രിക്ക് എവിടെ പോവാന്ന് വെച്ചിട്ട് ഈ കാലാളല്ല ഏതെങ്കിലും ഒന്നും മാറ്റിയാലല്ലേ മന്ത്രിക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റൂ. എന്നാ മന്ത്രി രാജിവെച്ചു. വച്ചു. ഈ കളിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കരുക്കൾക്ക് നോക്കൂ എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. മോഹനേട്ടാ, ഭഗവാനെ, ഓർമ്മ കിട്ടിയാ മതിയായിരുന്നു എല്ലാം കൂടി. വന്നോ? ഇതിവിടെ കണ്ട പ്രശ്നമാവും. മോഹനേട്ടൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല, നിന്നെ ചെസ് കളിയിൽ തോൽപ്പിക്കാതെ ഇനി ഞാൻ ആഫീസിലേക്കേ ഇല്ല. നീ റെഡിയാണോ? ഞാൻ റെഡിയാണല്ലോ. ഇതെന്താ ഫുട്ബോളോ? ഇത് തുണി അലക്കാനുള്ളതാ. ബോർഡ് എവിടെ? ബോർഡ് അപ്പൊ തുടങ്ങാം. യുദ്ധം തുടങ്ങാം. റെഡി? റെഡി. കളി
കുതിര ഇത് ഇവിടെ ഇരിക്കും. കളിച്ചു. ഇവിടുന്ന് കുതിര എന്തി ചാടിപ്പോയി. അതിന് കൈയും കാലും ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. തലകളി കളിക്കില്ലേ? ഹലോ. ആ ഉത്തമ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഉത്തമന് അത്യാവശ്യമായി ഇവിടം വരെ വരണം. കാര്യം പറ സാറേ. ഇവിടെ വന്നാലേ പറയാൻ പറ്റൂ. വേഗം വരണം. എന്താവും പ്രശ്നം? ചെസ് കളിച്ച് ഒടുവിൽ വക്കീല് സാറ് തമ്മിൽ യുദ്ധമായി കാണുമോ? എങ്കിൽ പിന്നെ ഞാൻ പോയിട്ടൊന്നും ചെയ്യാൻ. എന്തായാലും പോയി നോക്കാം. ഇത്രയും വലിയ പ്രശ്നമാണെന്ന് കരുതിയില്ല. കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യേണ്ട കാര്യമായി. പക്ഷെ എന്താ സാറേ പ്രശ്നം? സാറേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ പറ. ഉത്തമ, ഞങ്ങൾ ഈ ചെസ്സുകൾ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഈ കളി തീരുന്നില്ല. തീരുന്നില്ലേ? അതെന്താ തീരാത്തത്? അല്ല, ഈ കളി ശരിക്കും എപ്പോഴാ തീരുന്നത്? അത് പിന്നെ ചെക്ക് പറഞ്ഞ് രാജാവിന് നീങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ സ്വാഭാവികമായിട്ട് കളി തീരും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വരില്ല. അതെന്താണ്? ഞങ്ങൾ ആദ്യം തന്നെ രാജാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടി പുറത്തു വെച്ചല്ലോ. രണ്ടുപേരും. ഓ, എങ്ങനെ 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 എനിക്ക് ഒത്തു കിട്ടിയപ്പോ ഞാൻ മോഹനേട്ടന്റെ രാജാവിനെ വെട്ടി. അടുത്ത സെക്കൻഡ് ഞാൻ അവളുടെ രാജാവിനെ വെട്ടി വിളിച്ചു. നിങ്ങളിത് എന്ത് കളിയാണ് കളിക്കുന്നത്? ചെസ്. രാജാവിനെ ആദ്യമേ വെട്ടി. എന്റെ വായിരിക്കലൊന്നും കേൾക്കരുത്. നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിന് തലയ്ക്ക് ഭ്രാന്തെന്ന് വിചാരിച്ചിട്ടേ ഈ ചെസ് തോന്നും പോലെ കളിക്കാനുള്ള ഒരു കളിയല്ല. നിങ്ങൾക്ക് തോന്നിയ ദിവസം കാണിക്കാനേ ഇത് വില്ലേജ് ആഫീസോ വക്കീൽ ആഫീസോ അല്ല. ഇത് ചെസ് കളിയാണ്. ചെസ് കളി. അതിനൊരു നിയമമുണ്ട്. ഞങ്ങൾ നോക്കിയതാ. കുതിര എല്ലി ഷേപ്പ് പോണം, തേര് മുന്നോട്ട് പോണം, അങ്ങനെയൊക്കെ തന്നെ ചെയ്തത്. അത് കേട്ടോടനെ രാജാവിനെ ആദ്യം വെട്ടി. അവിടെ നോക്കിട്ടിരിക്കണോ? അതെ, വേറെ തൊഴിലൊന്നും ഇല്ലാത്തോണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് കൊള്ളാം. പക്ഷെ എനിക്കിതല്ല പണി. ഇനി മേലാ ചെസ് എന്നൊരു വാക്ക് കേട്ടാ എന്റെ കുണമുണ്ടല്ലോ, എന്റെ തനി കുണ സാറ് കാണും. ചെസ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു അനിയും ഭർത്താവും കൂടെ ഒരു പൊട്ടയും അറിഞ്ഞും കൂടാതെ. ഇനി ഈ കിടക്കണ കരുവൊക്കെ എനിക്ക് കുരുവാവും. ഉത്തമ അങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഉത്തമ അങ്ങനെ ചൂടാവേണ്ട കാര്യമില്ലായിരുന്നു. ഇങ്ങനെയല്ലേ പഠിക്കുന്നത്? അതെ, മോഹനോട് പേടിക്കണ്ട. നമുക്കിനി കളിക്കാം. കുറെ ആവുമ്പോ പഠിക്കും. അവയിലൂടെ വാരി കൊണ്ട് പോയില്ലേ? നമുക്കൊരെണ്ണം വാങ്ങിക്കാലോ. അത് ഈ ബോളും മറ്റേ സാധനമൊക്കെ പഠിക്കാൻ ഭയങ്കര ചെലവാ. അത് മാത്രമല്ല, ഇങ്ങനെ ചെസ് കളിച്ചോണ്ടിരിക്കാൻ നമുക്ക് ഇവിടെ നേരം. പിന്നെ എന്ത് ചെയ്യും? പിന്നെ വാമേ, നീ മറ്റേ ദേവസ്യെ പറ്റി പറയാതിരുന്നാ മതി. ദേവസ്യം? അർജന്റീനക്കാരൻ. ദേവസ്യ അല്ല, മെസ്സി. ജേഴ്സി. മോഹനയുടെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ആരെ പറ്റിയും പറയൂല. പോരെ? പക്ഷെ മെസ്സിയെ പറ്റി പറയും ഇടയ്ക്കിടെ. വേണ്ടല്ലേ? വേണ്ട. ചെക്ക്. ചെക്ക്. ചെസ് കളിയായാലും കുടുംബജീവിതമായാലും രാഷ്ട്രീയമായാലും അറിയാത്ത കളിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാ കളികൾക്കും അതിന്റേതായ നിയമമുണ്ടെന്നും ആ നിയമങ്ങൾ പാലിക്കാൻ കളിക്കാർ ബാധ്യസ്ഥരാണെന്നും ഓർത്തില്ലെങ്കിൽ കളി പാളുകയും തോൽക്കുകയും ചിലപ്പോൾ തല്ലുകൊള്ളുകയും ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.